ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് കാലത്ത് തന്നെ ചെറിയൊരു മഴയൊക്കെ ആയിട്ടുള്ളൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. കിച്ചൻ്റെ ഡോറ് തുറന്ന് കാണുന്ന വ്യൂ ഇങ്ങനെയൊക്കെയാണ്. സൂര്യൻ ഉദിക്കുന്നത് ശരിക്കും ഇവിടെ നിന്നൊക്കെ കാണാൻ സാധിക്കും. സൺലൈറ്റ് നല്ലതുപോലെ കിട്ടുന്ന ഭാഗമാണിത്. ചെറിയ ചാറ്റലോടുകൂടി മഴ പെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് പോയി നോക്കി. മഴയുള്ളത് കൊണ്ട് അവരും ഹാപ്പിയാണ്. ഫോണിൽ ഈ ക്ലൈമറ്റിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി. പിന്നെ ഞാൻ നേരെ ചായ വയ്ക്കാൻ നിന്നു. തലേന്ന് അരിയും ഉഴുന്നും അരച്ച് വെച്ചതുകൊണ്ട് ഇന്ന് വലിയ കാര്യമായി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ദോശ മതിയെന്ന് തീരുമാനിച്ചു. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഞാൻ ഒരുപോലെയാണ് മാവ് അരച്ച് വെക്കാറ്. എനിക്കത് എപ്പോഴും ഓക്കെ ആയി വരാറുണ്ട്. ഫ്ലോപ്പായിട്ടില്ല ഇതുവരെ. അങ്ങനെ ചായ കുടിച്ചു. കുക്കറിൽ മുട്ട വേവിക്കാനായി വെച്ചു. ഇന്ന് എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എഗ് റോസ്റ്റ് റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ വലിയ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ലതുപോലെ കളർ മാറി വഴണ്ട് വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും ചേർക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശേഷം തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടി മാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർക്കാൻ വിട്ടുപോകരുത്. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ദോശ അതിനിടയിലായിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മൊരിഞ്ഞ നൈസായിട്ടുള്ള ദോശയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ്. അതിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ല നെയ് റോസ്റ്റായിട്ട് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. മെയിനായിട്ട് ഇതുപോലുള്ള ദോശ തന്നെയാണ് ചുടാറ്. കട്ടിയുള്ള ദോശ വല്ലപ്പോഴും മാത്രമേ ചുടാറുള്ളൂ. അങ്ങനെ ദോശ ഇവിടെ റെഡിയായി. അതിനിടയിൽ റോസ്റ്റും റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് പുഴുങ്ങി വെച്ച മുട്ടയാണ് ചേർക്കുന്നത്. കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മസാലകളൊക്കെ പിടിച്ചോളും. അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. പിന്നെ അങ്ങനെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇക്കാക്കും മോൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കലാണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. മോള് കിച്ചണിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കിച്ചണിലിരുന്ന് കഴിക്കുകയാണ്. ആൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് തീർക്കും. കഴിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ മതിയാക്കാറുമില്ല. എന്നാൽ മറിച്ചാണ് കാര്യമെങ്കിൽ ഇന്ന് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കും. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാ ഭക്ഷണവും മക്കൾ കഴിച്ച് വളരണം, എന്നാലേ ഹെൽത്തിനും കൂടെ കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ മോളെ റെഡിയാക്കി സ്കൂളിലേക്കൊക്കെ വിട്ടു. അതിനുശേഷം മീൻ വന്നിട്ടുണ്ടായിരുന്നു, അതും മേടിച്ചു. എന്നിട്ട് മോന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് കുറച്ച് നേരം കളിച്ചിട്ടാണ് പിന്നെ അവനെ ഉറക്കിയത്. ഉറക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ പെട്ടെന്ന് കിച്ചണിലേക്ക് കയറി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കലാം. പാത്രങ്ങൾ കഴുകിയതിന് ശേഷം മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സിങ്കിൽ എത്രത്തോളം പാത്രങ്ങൾ കുമിഞ്ഞു കൂടുന്നു അത്രത്തോളം പണികൾ നമുക്ക് ഇരട്ടിക്കും. അതുകൊണ്ട് സിങ്ക് എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കാൻ നോക്കുക. പാത്രങ്ങളുള്ളത് പെട്ടെന്ന് തന്നെ കഴുകി വെക്കാൻ നോക്കുക. നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ആ ഒരു കാഴ്ച നമ്മളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാക്കും. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചൺ നീറ്റായിട്ട് വെക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കിച്ചൺ എപ്പോഴും നീറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് മുഷിപ്പാവില്ല. നമുക്ക് കിച്ചണിലെ വർക്ക് ചെയ്യാനും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും നമുക്ക് ഭാരിച്ചതായിട്ട് തോന്നില്ല. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. സിങ്ക് കഴുകിയിട്ടില്ല. സിങ്ക് കഴുകുന്നത് മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്ക് കഴുകാമെന്ന് വിചാരിച്ചു. ഇന്ന് കുഞ്ഞൻ മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ കുഞ്ഞതായിരുന്നു. പക്ഷെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കറി വയ്ക്കാനും വറുക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നിന്ന് ക്ലീൻ ചെയ്യാൻ നോക്കി, പക്ഷേ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഒരു സ്റ്റൂളെടുത്ത് താഴെ ഇരുന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ക്ലീൻ ചെയ്തു. വേഗം എന്ന് പറയാൻ പറ്റില്ല, മീൻ ക്ലീൻ ചെയ്യാൻ ഭയങ്കര സ്ലോ ആണ് ഞാൻ. മീനൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം വേണം. ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് നേരാക്കാൻ കഴിയുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. ഞാൻ കാര്യമായിട്ട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പതുക്കെ തന്നെ ക്ലീൻ ചെയ്യാറുള്ളൂ. എനിക്ക് മീൻ ക്ലീൻ ചെയ്ത എക്സ്പീരിയൻസ് പോരാ.
എൻ്റെ ഉമ്മയൊക്കെ വേഗം ക്ലീൻ ചെയ്യും, പെട്ടെന്ന് ക്ലീൻ ചെയ്യും, വൃത്തിയാക്കി കഴുകിയെടുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് ആ സ്പീഡ് കിട്ടിയിട്ടില്ല. മീനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം സിങ്ക് ഒന്ന് തേച്ച് കഴുകി, ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അത് കാരണം പെട്ടെന്ന് തന്നെ തേച്ച് കഴുകി. പിന്നെ കൗണ്ടർ ടോപ്പും ചുറ്റുമുള്ള ടൈൽസും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കൈയും കഴുകിയതിന് ശേഷം മീൻ ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനും മാറ്റി. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാറ്. മത്തിക്ക് സിമ്പിളായിട്ടുള്ള മസാലയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അധികം മസാല കുത്തൊന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. മത്തി പിന്നെ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണല്ലോ. പിന്നെ അങ്ങനെ ഞാൻ മുളക് കറിയാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നു. അങ്ങനെ മീൻ കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ ഞങ്ങളുടെ ലഞ്ച് ഇവിടെ സെറ്റായി. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.